അച്ഛൻ സന്തോഷിനേക്കാൾ അമ്മയോടാണ് മകൻ സായിക്ക് അടുപ്പം. ഒരമ്മക്കുട്ടനാണ് നവ്യയുടെ സായിമോൻ. അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും കണ്ടും അറിഞ്ഞും വളർന്ന മകനെ നല്ലൊരു വ്യക്തിയായി വളർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് നവ്യ. അതിന് തുടക്കം കുറിച്ചത് അവൻ്റെ 14ാം പിറന്നാളോടെയായിരുന്നു. സായിക്ക് സന്തോഷിൻ്റെ വീട്ടുകാരേക്കാൾ അടുപ്പവും നവ്യയുടെ അച്ഛനും അമ്മയും സഹോദരനുമായിട്ടാണ്. വല്ലപ്പോഴും വിശേഷ ദിവസങ്ങളിൽ അച്ഛൻ്റെ വീടായ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുമെന്നതൊഴിച്ചാൽ അവധിക്കാലങ്ങളിലടക്കം നവ്യയുടെ മാതാപിതാക്കളായ രാജുവിനും വീണയ്ക്കും ഒപ്പമാണ് സായി വളരുന്നത്. കഴിഞ്ഞ വർഷം സായിയുടെ പിറന്നാളിനാണ് നവ്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങൾ അവസാനമായി ഒരുമിച്ച് ചേർന്നത്. എന്നാൽ ഇപ്പോഴിതാ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമുണ്ടായിട്ടും അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കി മകൻ്റെ 14ാം പിറന്നാൾ നവ്യ പറഞ്ഞതുപോലെ തന്നെ സായിയുടെ കൂട്ടുകാർക്കൊപ്പം ആഘോഷിച്ചിരിക്കുകയാണ് കുടുംബം. സായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നവ്യയും അച്ഛനും അമ്മയും മാത്രമാണ് ഒരു റെസ്റ്റോറൻറ്റിലെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മനോഹരമായ ചോക്ലേറ്റ് കേക്ക് മുറിക്കുന്നതും എല്ലാവർക്കുമായി മധുരം പങ്കുവയ്ക്കുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക. കൂട്ടുകാർക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കാനുള്ള തീരുമാനം മകൻ്റേതായിരുന്നുവെന്നാണ് നവ്യ പറഞ്ഞിരുന്നത്. അതേസമയം പൂർണ്ണ മനസ്സോടെയാണ് മകനെ സന്തോഷ് നവ്യയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു നവ്യയുടെയും സന്തോഷിൻ്റെയും. വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറ്റിയ നവ്യ മകന് 10 വയസ്സ് തികയും വരെയൊക്കെ മുംബൈയിൽ തന്നെ പൂർണ്ണമായും നിൽക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഭർത്താവ് ജോലി തിരക്കുകളിലേക്ക് പോകുമ്പോൾ വെറുമൊരു വീട്ടമ്മയായി നിന്നാൽ അധികം വൈകാതെ ജീവിതം മടുക്കുമെന്ന് തിരിച്ചറിഞ്ഞ നവ്യ ഇക്കാര്യം സന്തോഷിനെ അറിയിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടെയായിരുന്നു അദ്ദേഹം നവ്യയെ നൃത്തലോകത്തേക്ക് പറക്കാൻ തുറന്നുവിട്ടത്. ഒപ്പം മകനെയും. മകൻ്റെ ജീവിതം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും നവ്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സന്തോഷ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സൂചനയായിരുന്നു മകൻ്റെ 14ാം പിറന്നാളും. സായിയുടെ കഴിഞ്ഞ 13 പിറന്നാളുകളും വമ്പൻ ആഘോഷമാക്കിയാണ് നവ്യയും ഭർത്താവും നടത്തിയത്. ആദ്യ പിറന്നാളുകളെല്ലാം മുംബൈയിലായിരുന്നു. നവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ശേഷമാണ് പിറന്നാൾ ആഘോഷങ്ങൾ നാട്ടിലായത്. അപ്പോഴും സന്തോഷ് മകൻ്റെ പിറന്നാൾ കൂടാൻ മുംബൈയിൽ നിന്നും നാട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം സന്തോഷിന് അവധിയെടുക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ വന്നതിനാൽ 2 ദിവസം കഴിഞ്ഞായിരുന്നു പിറന്നാൾ ആഘോഷമാക്കിയത്. കൊച്ചിയിലെ റിസോർട്ടിൽ സെറ്റൊരുക്കി അതിഗംഭീരമായിട്ടാണ് സന്തോഷും നവ്യയും മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചത്. എന്നാൽ ഇപ്പോൾ 14ലേക്ക് കടന്ന സായിക്കുട്ടന് ഇനി കുട്ടികളെപ്പോലെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു നവ്യ. പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും എല്ലാം ഒത്തുകൂടിയ ചടങ്ങിൽ വമ്പൻ കേക്കൊരുക്കി ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെയായി ആഘോഷമാക്കുകയായിരുന്നു പതിവ്. പ്രത്യേകിച്ചും 13ാം പിറന്നാൾ. ടീനേജിലേക്ക് കടന്ന സായിക്ക് വലിയ സ്വർണ്ണ വളയടക്കം സമ്മാനിച്ച് വൻ സർപ്രൈസായിരുന്നു നവ്യയും ഭർത്താവും ഒരുക്കിയത്. എന്നാൽ 1 വർഷത്തിനിപ്പുറം മകനെ മുതിർന്ന കുട്ടിയായി മാറ്റുവാൻ അതിനുള്ള പരിശ്രമമാണ് 14ാം വയസ്സിലേക്ക് മകൻ കടക്കുമ്പോൾ നവ്യ തുടങ്ങിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.